ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. ഇന്നിപ്പോൾ ധനുമാസത്തിലെ അവസാനത്തെ സായാഹ്നം, ആ ദിവസം ധനുമാസ തിരുവാതിര കൂടി ആയതിന്റെ സന്തോഷം ഭക്തർക്കുണ്ട്. പലയിടങ്ങളിലും ധനുമാസ തിരുവാതിരയുടെ ഉത്സവങ്ങൾ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. അപ്പോൾ അപൂർവമായ ഒരു 2 ദിവസങ്ങൾ അടുത്തു വരുന്നു എന്നുള്ള ഒരു അപൂർവത കൂടി ഇന്ന് ഈ മകരവിളക്കിനുണ്ട്. കാരണം തൊട്ട് തലേ ദിവസം ധനുമാസ തിരുവാതിരയും പിറ്റേ ദിവസം മകരവിളക്കും കൂടിയ ഇതിന്റെ പ്രത്യേകത. അതിനൊപ്പം തൈപ്പൊങ്കൽ കൂടി ചേരുന്നു. മകരപ്പൊങ്കൽ തൈപ്പൊങ്കൽ തമിഴ്നാട്ടുകാരുടെ വലിയ ഉത്സവമാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുന്ന 2 ദിവസങ്ങളാണിപ്പോൾ മകരവിളക്കും ഈ ധനുമാസ തിരുവാതിരയും. ഏതായാലും ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ഈ ധനുമാസത്തിലെ അവസാനത്തെ സായാഹ്നത്തിൽ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ വലിയ പ്രവാഹമാണ്. ആ കാറ്റ് പോലെ തന്നെ സന്നിധാനത്തേക്ക് അയ്യപ്പ ലക്ഷങ്ങൾ പ്രവഹിച്ചു വരികയാണ്. ഞാനിപ്പോൾ നമ്മൾ നോക്കുമ്പം കൂടുതലും കുട്ടികൾ ഒരുപാട് ഇത്തവണ മകരവിളക്കിന് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? കുട്ടികൾ ഉണ്ട്, വളരെയേറെ കുട്ടികളുണ്ട്. പക്ഷെ അവർക്കൊക്കെ തന്നെ മല കയറി വരുന്ന സമയത്ത് ഒരു വേറെ തരത്തിലുള്ള വിഷമങ്ങളൊന്നുമില്ല. അവർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവരൊരു കൂട്ടുകാരനെ കാണാൻ വരുന്ന പോലെ ഇങ്ങനെ വരികയാണ്. കൂട്ടുകാരൻ തന്നെ. ആ ഫ്ലൈ ഓവറിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഫ്ലൈ ഓവറിൽ ആ തിരക്ക് നമുക്ക് കാണാൻ പറ്റുക ആ സോപാനത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള തിരക്കേ ഉള്ളൂ. പക്ഷേ ഭക്തരൊക്കെ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 10-30 സെക്കൻഡെങ്കിലും നിന്ന് അയ്യപ്പനെ കണ്ട് തൊഴുതിട്ടാണ്. ഈ മകരവിളക്കിന്റെ തലേന്നും ഈ തീർത്ഥാടനം തുടങ്ങുന്ന ദിവസം മുതൽ ഇന്നിപ്പോൾ മകരവിളക്കിന്റെ തലേന്നും ഒരു ആയാസവും അല്ലലുമില്ലാതെ ഭക്തർ ഒരു പരാതിയുമില്ലാതെ അയ്യപ്പസ്വാമിയെ ദർശിച്ചു മടങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആര്യാഹിമ സന്നിധാനത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 ലക്ഷം അയ്യപ്പ ഭക്തർ ഇതിനകം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. മകരജ്യോതിയും മകരവിളക്ക് ദിവസത്തെ ദീപാരാധനയും ഒക്കെ തൊഴാൻ വേണ്ടി. അതിലേറെ പ്രത്യേകത, നാളെ അയ്യപ്പസ്വാമി തിരുവാഭരണം അണിഞ്ഞ് യോദ്ധാവിന്റെ രൂപത്തിൽ യോഗിയിൽ നിന്ന് യോദ്ധാവിലേക്ക് വഴിമാറുന്ന അയ്യപ്പൻ. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഒരു ഭാഗത്തുകൂടി ഇങ്ങോട്ടേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ കാണാൻ? തീർച്ചയായിട്ടും തിരുവാഭരണ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ പമ്പയിൽ നിന്ന് അയ്യപ്പന്മാർ മല കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പമ്പ സദ്യയും പമ്പവിളക്ക് നടക്കുകയാണ്. പമ്പ സദ്യ കഴിഞ്ഞു. പമ്പ വിളക്ക് ഇപ്പം വൈകിട്ട് പമ്പയിൽ നടക്കും. കാര്യം പമ്പയെ നദിയിലേക്ക് ഈ മഞ്ചിരാതുകളും ഈ വാഴയുടെ പോളയൊക്കെ എടുത്ത് അതിൽ വിളക്ക് ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വിളക്ക് തെളിയിച്ച് ഒഴുക്കി വിടുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അത് ഗംഗയിലും കാശിയിലും ഗംഗയിലും ഒക്കെ കാണുന്ന പോലുള്ള ഒരു ദൃശ്യമാണ് പമ്പവിളക്ക്. കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു വലിയ കുംഭമേള തന്നെയാണ് ഇപ്പോൾ. കുംഭമേള നടക്കുകയാണ്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേള ഉത്തരേന്ത്യയിൽ നടക്കുകയാണ്. അപ്പോൾ എല്ലാ വർഷവും കുംഭമേള സമാനമായ ഒരു ആഘോഷമാണ് ശബരിമലയിലെ തീർത്ഥാടനം. 3 മാസം നീണ്ടു നിൽക്കുന്ന. അതിൽ കുംഭമേളയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മകരസംക്രമ സ്നാനം, അതാണ് കുംഭമേളകളിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസം എന്ന് പറയുന്നത്. ആ മകരസംക്രമ സ്നാനം നടക്കുന്ന ദിവസം തന്നെയാണ് നമ്മുടെ മകരവിളക്ക് ദർശനം. അതെ, മകരവിളക്ക് ദർശനം. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഈ മകര സംക്രമ ദിവസത്തിൽ വലിയ ആഘോഷം ശബരിമലയിലുണ്ട്. ഇപ്പം ശബരിമലയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇത്രയും ഭക്തർ വരുന്നൊരു ക്ഷേത്രമാണ്. പക്ഷേ പരമാവധി ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ. വേറെ ഈ ഒരു ക്ഷേത്രവും ഇല്ല ഇങ്ങനെ അടച്ചിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഭക്തരെ ഇത്രയും കാലം കൊണ്ട് മാസപൂജയ്ക്കായാലും ഉത്സവകാലത്തായാലും അല്ലെങ്കിൽ ഈ പറയുന്ന മണ്ഡല മകരവിളക്ക് സീസണിലായാലും ഇങ്ങനെ അത്രയും സമയത്ത് മാത്രമേ ഭക്തർക്ക് വരാനുള്ളൂ. ബാക്കി സമയത്തൊക്കെ യോഗിയായിട്ടുള്ള അയ്യപ്പൻ യോഗ നിദ്രയിലാണ്. അയ്യപ്പൻ ഇങ്ങനെ ഉറങ്ങുന്ന ഒരവസ്ഥയാണ്. ഹരിവരാസനം പാടി അടയടച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മകരം കഴിഞ്ഞ് കുംഭമാസത്തിലെ 1-ാം തീയതി അല്ലെങ്കിൽ അതിന്റെ തലേദിവസം മാത്രമേ നട തുറക്കുകയുള്ളൂ. അത് അങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പം, അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസവും. അതുപോലെ ഈ നെയ്യഭിഷേകം പതിവായിട്ട് എല്ലാ ദിവസവും നെയ്യഭിഷേകം നടക്കുന്ന ഒരു ക്ഷേത്രവും ഉണ്ടാകില്ല. എല്ലാ ദിവസവും ഭഗവത് വിഗ്രഹത്തിൽ നെയ്യ് കൊണ്ട് തുടർച്ചയായി അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 മണിക്ക് തുടങ്ങിയാൽ ഉഷപൂജ സമയത്ത് ആ വിഗ്രഹം ഒന്ന് നെയ്യൊക്കെ തുടച്ച് വൃത്തിയാക്കും. അതിനുശേഷം പിന്നീട് ഉഷപൂജ കഴിഞ്ഞ് ഉച്ചപൂജ വരെ, ആ സമയം വരെ നെയ്യഭിഷേകം നടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടാവും എന്ന് കരുതത്തില്ല. അത്രയും ഭക്തമാണ്. നെയ്യഭിഷേക പ്രിയനാണല്ലോ അയ്യപ്പൻ, കർപ്പൂര പ്രിയനാണല്ലോ അയ്യപ്പൻ. അങ്ങനെയൊക്കെയുള്ള കർപ്പൂരാഴി അല്ലെങ്കിൽ ആഴി അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെ ഉള്ള ഒരു സങ്കല്പമുള്ള ഒരു ക്ഷേത്രം. നാളെ ഇപ്പം പ്രധാനപ്പെട്ട ചടങ്ങ് സന്നിധാനത്ത് മകരസംക്രമ പൂജയാണെന്ന് തോന്നുന്നു. മകരസംക്രമ പൂജയാണ്. നാളെ രാവിലെ 8:55 മകരസംക്രമം. മകരസംക്രമം എന്ന് പറയുന്നത് ധനു രാശിയിൽ നിന്ന് സൂര്യൻ പുതിയ ഒരു രാശിയിലേക്ക് മകരരാശിയിലേക്ക് വരുന്നതാണ്. ആ സമയത്താണ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച്, അത് അവരുടെ ഒരു അവകാശമാണ്. തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിന്റെ ഒരു അവകാശമാണ്. അവിടെ നിന്ന് അവിടുത്തെ ദൂതനോ അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബാംഗമോ ഒരു കുറേയേറെ നെയ്യ് നിറച്ചുകൊണ്ട് മുദ്രയാക്കി കൊണ്ടുവന്ന് തന്ത്രിക്ക് കൈമാറും.
തന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു മകരസംക്രമ പൂജ നടക്കും. 8:55 ഇത്തവണ വേറൊരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ഇപ്പോൾ മുൻ തന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ ക്ഷേത്രത്തിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ആദ്യമായി മകരസംക്രമ പൂജയും മകര വിളക്ക് ആ ഒരു തിരുവാഭരണം രണ്ടുപേരും ഒരുമിച്ച് അച്ഛനും മകനും താന്ത്രിക സ്ഥാനത്തിരുന്നുകൊണ്ട് തന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് മകരവിളക്ക് മഹോത്സവം നടത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഏതായാലും ഇനി മകരസംക്രമ പൂജ കഴിഞ്ഞാൽ വലിയ ചടങ്ങുകൾ നടക്കുകയാണ്. ദീപാരാധനയുണ്ട്, ദീപാഭരണം ചേർത്തുള്ള ദീപാരാധനയുണ്ട്, പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്കുണ്ട്.